വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പുരികത്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അതായത് തിക്കായിട്ടുള്ള ഐബ്രോസ് നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മേഘാവണി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണ്, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനായിട്ട് മടിക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമന്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് കട്ടിയുള്ള പുരികം, നല്ല തിക്കായിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള ഐബ്രോസ് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാ സ്ത്രീകളുടെയും ഒരു എന്താ പറയുക വീക്ക്നെസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതൊരു ട്രെൻഡ് ആണല്ലേ. അപ്പൊ അതിന് ഒരുപാട് പേര്, അതായത് തിന്നായിട്ടുള്ള ഐബ്രോസ് ഉള്ളവരൊക്കെ ഇപ്പൊ പോയിട്ട് എന്താ പറയുക ടാറ്റൂയിങ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പം മൈക്രോ ബ്ലേഡിംഗ് ഒക്കെ ഉണ്ട് തോന്നുന്നു, ഇങ്ങനെ ഐബ്രോസ് കട്ടിയിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ അങ്ങനത്തെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് ചെയ്യേണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ്. അതും നമ്മൾ 2-3 സിറ്റിംഗ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞാലാണ് എന്താ പറയുക ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഐബ്രോസിലോട്ട് എത്താൻ വേണ്ടി പറ്റുക. അപ്പൊ ഇതൊന്നും അല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഐബ്രോസ് വളർത്താൻ പറ്റുമോ എന്നുള്ളത് എല്ലാവരും ഇങ്ങനെ അന്വേഷിക്കുന്നതാണ്. യൂട്യൂബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലരും സെർച്ച് ചെയ്യുന്നതാണ് എങ്ങനെയാണ് ഐബ്രോസ് വീട്ടിൽ തന്നെ നമുക്ക് നല്ല തിക്കായിട്ട് നല്ല എന്താ പറയുക കട്ടിയിൽ അതുപോലെ തന്നെ ഡാർക്ക് കളറിലൊക്കെ വളർത്തിയെടുക്കുക എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഐബ്രോസ് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ നല്ല വീതിയിൽ നല്ല കട്ടിയിലായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഹോം റെമഡി ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഐബ്രോസിന് നിങ്ങൾക്ക് താരനൊക്കെ തലയിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഐബ്രോസ് ചിലപ്പം ഓൾറെഡി കട്ടിയുള്ള പുരികളുള്ളവരുണ്ടാവും, അത് പിന്നീട് ഇങ്ങനെ തിക്നെസ് കുറഞ്ഞു വരുന്നുണ്ട് എന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പൊ അതിന് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തലയിൽ ഡാൻഡ്രഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡാൻഡ്രഫ് നമ്മുടെ നെറ്റിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് പുരികത്തിലും കൂടി അതാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾക്ക് തിക്ക് ഐബ്രോസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് അത് എന്താവാനുള്ള ചാൻസ് ഉണ്ട്, കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ പുരികത്തിന് എന്താ പറയാ ഹെയർസ് ഒന്ന് നന്നായിട്ട് തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് നിങ്ങളുടെ ഐബ്രോസിന്റെ ഭാഗത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോം റെമഡി കൂടി പറയുന്നുണ്ട്. അപ്പൊ ഡാൻഡ്രഫ് ഒക്കെ വന്നിട്ടാണ് നിങ്ങൾക്ക് ഐബ്രോസ് ഇങ്ങനെ പൊഴിഞ്ഞു പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഐബ്രോസിന്റെ ഇടയിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്യാപ്പ് ഫീൽ ചെയ്യില്ലേ, ഇങ്ങനെ ഓൾറെഡി ഉള്ള പുരികം പോയിട്ട്. അപ്പൊ അങ്ങനത്തെ പ്രശ്നമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ചെറിയുള്ളി ഉണ്ടല്ലോ. ഈ ചെറിയുള്ളി നമുക്ക് കട്ട് ചെയ്തിട്ട് റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐബ്രോസിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ഉരച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് ഇങ്ങനെ എവിടെയൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക ഇങ്ങനെ ഫില്ലിങ് വേണം, അല്ലെങ്കിൽ ഹെയർസ് കൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചെറിയുള്ളി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു നീരാവുന്ന രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഐബ്രോസിന്റെ ഭാഗത്ത്. ഇത് നല്ലൊരു ടിപ്പാണ്, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നത്. വേറെ സംഭവങ്ങളൊന്നും വേണ്ട, ചെറിയുള്ളിയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് നല്ല ഹെൽപ്ഫുൾ ആണ് നിങ്ങളുടെ ഐബ്രോസ് ഇങ്ങനെ ഡാൻഡ്രഫ് കാരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ കാരണം പുരികത്തിന്റെ രോമം കൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെറിയുള്ളി യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്തുണ്ടാവും, അതിന് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഉരച്ച് അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നൈറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കിടക്കുന്നതിന്റെ മുന്നേ ആയിട്ട് ഇത് വെച്ചിട്ട് ഉരച്ചിട്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ്. മോർണിംഗ് എഴുന്നേറ്റിട്ട് നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് വാഷ് ചെയ്താൽ മതി. പിന്നെ ഇത് ചെയ്യുമ്പോൾ മേ ബി നിങ്ങൾക്ക് കരച്ചിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ചെറിയുള്ളി നമ്മൾ കണ്ണിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് നീര് വരുന്ന സമയത്ത് നമ്മൾ ഉള്ളി തന്നെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കരയാറില്ലേ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ണ് നീറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ഐബ്രോസ് നന്നായിട്ട് വളരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ഒരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് വെളുത്തുള്ളി എടുക്കുക. വെളുത്തുള്ളി എടുത്ത ശേഷം നിങ്ങൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിന്റെ നീരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുത്തിട്ട് അതെന്ത് ചെയ്യുക, അരിച്ചെടുക്കുക. മീൻസ് അതിന്റെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 15 മുതൽ 20 തുള്ളി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കാരണം നമ്മുടെ ഐബ്രോസിന് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാനില്ല. അപ്പോൾ 15 തൊട്ടിട്ട് 20 തുള്ളി നിങ്ങൾക്ക് നമ്മുടെ ഗാർലിക് വെളുത്തുള്ളിയുടെ നീര് വേണം. പിന്നെ നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിലാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. വെളിച്ചെണ്ണ വേണം. പിന്നെ എന്ന് പറയുന്നത് കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിൽ എടുക്കുക. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു ഓയിലാണ് ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ വെളുത്തുള്ളിയുടെ നീരും കോക്കനട്ട് ഓയിലും കാസ്റ്റർ ഓയിലും ടീ ട്രീ ഓയിലും ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു പേസ്റ്റ്, അതായത് ആ ഒരു നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള
എന്താ പറയുക മിക്സ്ചർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഐബ്രോസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മസ്കാരേൻ്റെ ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു വൂണ്ട് ഉണ്ടാവുമല്ലോ മസ്കാരൻ്റെ, അത് ആ മസ്കാരയൊക്കെ പോയിട്ടുള്ള പഴയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അത് വെച്ചിട്ട് അതിൽ എന്ത് ചെയ്യുക, അത് ഈ ഒരു മിക്സ്ചറിലോട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു 30 മിനിറ്റ്സ് വെച്ച ശേഷം നിങ്ങൾക്ക് കഴുകി കളയാം. അല്ലെങ്കിൽ നൈറ്റിൽ ഇതുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. കാരണം നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി നന്നായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഹെയർസ് വരുന്ന ആ ഒരു ബഡ് ഉണ്ടാവില്ലേ, ഫോളിക്കിൾസ്, അത് നന്നായിട്ട് എന്ത് ചെയ്യും, ഹെയർ ഫോളിക്കിൾസിനെ നന്നായിട്ട് ഇങ്ങനെ ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി എന്ന് പറയുന്നത്, വെളുത്തുള്ളിയിൽ എന്തുണ്ട്, ഗുഡ് എമൗണ്ട് ഓഫ് കെരാറ്റിൻ ഉണ്ട്. അപ്പോൾ കെരാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ നമ്മുടെ നെയിൽസ്, നമ്മുടെ മുടി, അതുപോലെ തന്നെ നമ്മുടെ നെഗമൊക്കെ കെരാറ്റിൻ്റെ കൂടി കെരാറ്റിൻ കൂടി ഉള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വെളുത്തുള്ളിയിൽ എന്തുണ്ട്, കെരാറ്റിൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും വെളുത്തുള്ളി യൂസ് ചെയ്യുന്നതിന് ഒരു കാരണമാണ്. രണ്ടാമത് കോക്കനട്ട് ഓയിൽ, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ ഹെയർസിനൊക്കെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത് നന്നായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ടീ ട്രീ ഓയിൽ എന്തായാലും നിങ്ങൾ ചേർക്കാൻ വേണ്ടി നോക്കുക മാക്സിമം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റർ ഓയിൽ ആണ്. കാസ്റ്റർ ഓയിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഹെയറിലൊക്കെ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നതാണ് കാസ്റ്റർ ഓയിൽ, ആവണക്കണ്ണ അല്ലേ, അത് നല്ലതാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കാസ്റ്റർ ഓയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും മാക്സിമം നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ മസ്കാരൻ്റെ ഒക്കെ വൂണ്ട് വെച്ചിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വെറും നമ്മുടെ കൈ വെച്ചിട്ട് ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ഏതൊരു സംഭവമാണെന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്യണം. നിങ്ങൾ എന്തായാലും ഒരു 1 മന്തെങ്കിലും മിനിമം യൂസ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ പുരികത്തിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മടിക്കരുത്. ഈ ഒരു റെമഡി എന്തായാലും പരീക്ഷിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.